ഹേ ഗൈസ്, അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നു, നമ്മളെല്ലാവരും ഈ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന ആളായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു 1000 അല്ലെങ്കിൽ ഒരു 2000 വീഡിയോ അതായത് വ്യൂസ് ഇട്ടിട്ട് പെട്ടെന്ന് സ്റ്റക്കാകുന്ന, അതായത് ഫ്രീസാകുന്ന ഒരു സിറ്റുവേഷൻ വരലുണ്ട്. ആ ഫ്രീസാകുന്ന സിറ്റുവേഷൻ ശരിക്കും നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് ഷോർട്സിൽ ഒരു 5 മിനിറ്റ് കൊണ്ടായിരിക്കും ചിലപ്പോൾ 1K 2K അല്ല വ്യൂസ് ഇട്ടില്ല. പിന്നെ അത് പെട്ടെന്നായിരിക്കും അത് ഫ്രീസായി പോകുന്നത്. അപ്പോൾ അങ്ങനെ ഫ്രീസാകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബ് ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. മുമ്പ് നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ടൈറ്റിൽ മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് തമ്പനെയിലും കൂടെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ തമ്പനെയിൽ ചേഞ്ച് ചെയ്യുമ്പോഴുള്ള ഉപകാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സ്റ്റക്കായ കുറച്ച് ആവറേജ് പെർസെൻറ്റേജ് വ്യൂ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമ്മളെ വീഡിയോസിന് കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ തമ്പനെയിൽ ചേഞ്ച് ചെയ്തിട്ടാകുമ്പോൾ വ്യൂസ് കൂടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത്. ജസ്റ്റ് ഒന്നുമില്ല, നമ്മളെ യൂട്യൂബിൽ പോയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എടുക്കുക. യൂട്യൂബിൽ പോയിട്ട് ഇപ്പോൾ എൻ്റെ ചാനലാണ് 3 ഡോട്ട് ഉണ്ടല്ലോ, നമ്മൾ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തൊരു എഡിറ്റ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ആ എഡിറ്റിൽ ഇവിടെ കണ്ട നിങ്ങളൊരു പെൻസിൽ പോലത്തെ ഒരു ചിഹ്നം, അത് വെച്ചിട്ട് നമുക്കിതാ തമ്പനെയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതിൻ്റെ തമ്പനെയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ആദ്യം ഇട്ട തമ്പനെയിൽ ഞാൻ ഇതായിരുന്നു, ഇനി പിന്നെ എനിക്ക് വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫ്രീസായ വീഡിയോസ് ചിലപ്പോൾ അതിലത്തേക്ക് കുറച്ചുകൂടി വ്യൂസ് കിട്ടാൻ വേണ്ടി ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയും ചെയ്ത് നോക്കാം നമുക്ക്. എല്ലാവരും എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രീസായ വീഡിയോൻ്റെ ആവറേജ് പെർസെൻറ്റേജ് വ്യൂ എത്രയാണെന്നൊന്ന് ചെക്ക് ചെയ്യാം. ശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തമ്പനെയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ തമ്പനെയിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്റ്റക്കായ വീഡിയോസ് കുറച്ചുകൂടി വ്യൂസ് കിട്ടാൻ വേണ്ടി ചാൻസസ് ഉണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.